എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞണ്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞണ്ട് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നും. പക്ഷെ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് വറ്റി വരും. പിന്നെ അതിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞണ്ട് റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡിയായി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം എല്ലാവരും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞണ്ട് റോസ്റ്റും പരിപ്പ് കറിയും കൂട്ടി ഉള്ള ഊണാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.